തട്ടിയപ്പം ഇവ എന്തുകൊണ്ടാന്ന് പറഞ്ഞ് എന്നെ നോക്കി ഗ്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞു നീ എന്തോ ഇതിനകത്ത് കയറിയിരിക്കുന്നത് ഇത്രയും ഇടിയ അണ്ണൻ അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് മാറി നിൽക്കും ഞാൻ ഇതിനകത്ത് ഇരിക്കുമെന്ന് പറഞ്ഞ് ഒരു ദാരുണമായ സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഏതാണ്ട് 2 മണിക്കൂർ ഏറെക്കാലം 2 മണിക്കൂറിൽ ഏറെയായി ഈ ദുരിതാശ്വാസ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ട്. ഇവിടെ ഒരു വർക്ക്ഷോപ്പായിരുന്നു. ഈ വർക്ക്ഷോപ്പിൽ വരുന്ന വാഹനങ്ങൾ പഴിഞ്ഞതിന് ശേഷം പെയിന്റിങ് ജോലി ഏർപ്പെട്ടിരുന്ന സിജു എന്ന് പറഞ്ഞൊരു തൊഴിലാളിയാണ് ഇപ്പോൾ ഈ ദാരുണമായ സംഭവത്തിൽ പെട്ടുപോയത്. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ സർക്കാരിന്റെ പ്രതിനിധികളുമായി ബന്ധപ്പെടുകയും തഹസിൽദാർ RDO അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിരുന്നു. തഹസിൽദാരും വില്ലേജ് ഓഫീസറും ഇപ്പോഴും ഈ സ്പോട്ടിൽ തന്നെ ഉണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനം എന്നുള്ളതിൽ ഫയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും മുനിസിപ്പൽ ചെയർമാൻ അടക്കം ഇവിടെ ഉണ്ട്. എല്ലാവരും ചേർന്ന് വലിയ ഒരു പ്രവർത്തനം നടത്തിയാണ് ഇപ്പോൾ ഈ ബോഡി എടുത്തിട്ടുള്ളത്. ബോഡി മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സിജു ഈ മുനിസിപ്പാലിറ്റിയോട് ചേർന്നുള്ള പിറവന്തൂർ പഞ്ചായത്തിലെ വന്മളയിലാണ് താമസിക്കുന്നത്. അയാൾ ഈ വാഹനങ്ങൾ പണിഞ്ഞു വരുന്നതിന് ശേഷം പെയിന്റിങ് ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ്. അയാൾക്ക് 2 കുട്ടികളും മാതാവും പിതാവും അടക്കമുള്ള ഭാര്യ അടക്കമുള്ള ഒരു കുടുംബമാണുള്ളത്. തീർച്ചയായും ഇത് ഒരു ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തുടർന്ന് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥന വെച്ചിട്ടുണ്ട്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ആവശ്യമായിട്ടുള്ള നടപടി നടക്കും. നാളെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പൈസ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് എങ്ങനെ വേണമെന്നുള്ളത് കൂട്ടായിട്ട് ആലോചിച്ച് ആവശ്യമായിട്ടുള്ള നടപടി നമുക്ക് നടത്താൻ കഴിയും. പത്തനാപുരം താലൂക്കിൽപ്പെട്ട പിറവന്തൂർ വില്ലേജിലെ വന്മള എന്ന സ്ഥലത്തുള്ള സിജു തോമസ് എന്നയാളാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ അപകടത്തിൽ നിന്ന് ഇപ്പോഴാണ് നമുക്കത് രക്ഷപ്പെടുത്താൻ പറ്റിയത്. എന്നിരുന്നാലും മരണപ്പെട്ടു പോയി. ആവശ്യമായ സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആവശ്യമായ കാര്യങ്ങളെല്ലാം തുടർന്നുള്ള ധനസഹായത്തിനും ആവശ്യമായ കാരണങ്ങളെല്ലാം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാം തള്ളിക്കാറില്ല വണ്ടി പോട്ടെ വണ്ടി